എന്താണ് ഗസയിൽ സംഭവിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഗസയിലെ ഇസ്രായേൽ വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 69,000 കടന്നു. ഒരു മാസത്തിനിടെ 240-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു കുഞ്ഞുൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ അതിക്രമം ഇപ്പോഴും തുടരുകയാണ്. BK സുഹൈൽ വിശദാംശങ്ങൾ നൽകും. സുഹൈൽ, പേരിനൊരു വെടിനിർത്തൽ ഒക്കെ അവിടെ നിലവിൽ വന്നിട്ടുണ്ട്. ആ കരാർ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം നടന്നു പോകുന്നുമുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ ആക്രമണം നിർബാധം അവിടെ തുടരുകയാണ്. ഇപ്പോൾ ഒരു 64,000 ആകെ മരിച്ച മനുഷ്യരുടെ എണ്ണം കടന്നിരിക്കുന്നു എന്നത് എത്രമേൽ സങ്കടമുണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ കൂടുതൽ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറി എന്ന് പറയുന്നു. ഹമാസിന്റെ തിരിച്ചുള്ള നടപടികളൊക്കെ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, അമൃതാം, ഗസയിൽ ഇപ്പോൾ വെടിനിർത്തൽ എന്ന ഈ പ്രഹസനമായ പ്രഖ്യാപനത്തിന് ഏകദേശം ഒരു മാസം പിന്നിടുന്ന സമയമാണിത്. ഈ സമയത്തിനുള്ളിൽ 240 പേരെ കൊല്ലപ്പെട്ടു എന്ന ഔദ്യോഗികമായ വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നു. അതിനിടയിൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന കണക്ക് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് എത്രയോ മുന്നോട്ട് പോകും. ഇപ്പോൾ 240 പേരെ ഇസ്രായേൽ നേരിട്ട് ഗസയിൽ ഈ ഒരു മാസത്തിനിടെ കൊലപ്പെടുത്തി. അതിനെയാണ് നമ്മൾ ലോകം വെടിനിർത്തൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ഒരു മാസം പിന്നിടുമ്പോഴും അവിടെയുള്ള റബിൾസിൽ നിന്ന്, കെട്ടിട അവശിഷ്ടങ്ങളിൽ നിന്ന് ഇപ്പോഴും മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ ഉള്ള യന്ത്ര സാമഗ്രികൾ പോലും ഗസയിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. വലിയൊരു ശ്മശാന ഭൂമിയായി ഗസ അങ്ങനെ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പല മാധ്യമങ്ങളും പുറത്തുവിട്ടു. ഗസയിൽ ഉടനീളം ഇപ്പോഴും ആ കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ട് നരകഭൂമിയായി തന്നെ കിടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്, ഗുരുതര രോഗികൾ ഒരുപാട് ഗസയിലുണ്ട്. നമുക്കറിയാം, 70,000-80,000-ഓളം ആളുകൾ കൊല്ലപ്പെടുകയും അതേപോലെ തന്നെ അതിന്റെ ഇരട്ടിയിലധികം ആളുകൾ, എത്രയോ 10 ഇരട്ടിയോളം ആളുകൾ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുകയും ചെയ്യുന്ന ഗസയിലേക്ക് അടിയന്തര വൈദ്യസഹായം എത്തിക്കാൻ ഇതുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. റഫ അതിർത്തി തുറന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ പറയുന്നത് 16,500 രോഗികളെ ഗസക്ക് പുറത്തേക്ക് എത്തിച്ചാൽ മാത്രം വൈദ്യസഹായം കിട്ടുന്ന ആളുകളുണ്ട്. അവരെ കൊണ്ടുപോകാൻ UN അടക്കമുള്ള ഏജൻസികളും അതേപോലെ തന്നെ അന്താരാഷ്ട്ര സന്നദ്ധ സേനയും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ അവർ റഫ അതിർത്തിയുടെ ഭാഗത്തേക്ക് അവരെ കൊണ്ടുവന്നിട്ട് പോലും അവരെ കടത്തിവിടാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. അതോടൊപ്പം നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി 5 ബന്ദികളുടെ മൃതദേഹം മാത്രമാണ് വിട്ടു നൽകാനുള്ളത്. ബാക്കി 20 ജീവനോടെയുള്ള ബന്ദികളെ ഹമാസ് വിട്ടു നൽകി. ബാക്കിയുള്ള 23 മൃതദേഹവും ഹമാസ് കൈമാറി കഴിഞ്ഞു. പക്ഷേ അതൊക്കെ തയ്യാറായിട്ടും ഇസ്രായേലാണ് യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തലിന് തുരങ്കം വെക്കുന്നത്. അവർ എങ്ങനെയെങ്കിലും ആക്രമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അവർ വരച്ചിട്ടുള്ള ഒരു മഞ്ഞ വരയുണ്ട്. ആ മഞ്ഞ വരയ്ക്ക് പുറത്തേക്ക് കടക്കുന്നവരെ മുഴുവൻ വെടിവെക്കുന്നു. ഇപ്പുറത്തേക്ക് കടക്കുന്നു എന്ന ദുരാരോപണം ഉന്നയിച്ചുകൊണ്ടും നിരവധി ആളുകളെ അങ്ങോട്ട് റഫയിലേക്കും ഖാൻ യൂനിസിലേക്കും ഗസ സിറ്റിയിലേക്കും കടന്നു കയറി അവിടെയും ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് അത് നടക്കുമ്പോഴാണ് വെസ്റ്റ് ബാങ്കിൽ ഒലീവ് സീസണാണ്, ഒലീവിന്റെ വിളവെടുപ്പ് സീസണാണ്. ഈ സീസണിൽ സാധാരണ രീതിയിൽ അതിക്രമങ്ങൾ തുടരാറുണ്ട്. പക്ഷെ ഇത്തവണ അത് കുറച്ചുകൂടി ഭീകരമാണ് എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ്. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കയ്യേറ്റക്കാരും അതേപോലെ തന്നെ ഇസ്രായേലി സേനയും ഒന്നിച്ചു വന്നുകൊണ്ടാണ് ഈ പാവപ്പെട്ട ഫലസ്തീനികൾക്ക് നേരെ, അവർ പലപ്പോഴും ഈ ഒലീവ് എണ്ണ ശേഖരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ സമയത്താണ്, അതിന്റെ വിളവെടുപ്പ് നടക്കുന്ന സമയത്താണ് വലിയ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയേറെ ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ട്രേഡ് എന്ന പേരിൽ ഇസ്രായേൽ ഈ വെസ്റ്റ് ബാങ്കിലെ ഗ്രാമങ്ങളിൽ നടത്തുന്ന അതിക്രമങ്ങളിൽ നിരവധി പേരെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിൽ കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്, സ്ത്രീകളുണ്ട്. അവരെ അടക്കം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ കുറേയേറെ ആളുകൾ ഗസയിലേക്ക് വിട്ടയക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ വെസ്റ്റ് ബാങ്കിൽ നിന്നും പിടിച്ചെടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തടവിലാക്കി ഇസ്രായേലി ജയിലുകളിൽ തള്ളുക എന്ന മറ്റൊരു തന്ത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ലബനാനിലേക്കും അവരുടെ ആക്രമണം ദീർഘിപ്പിക്കുകയാണ്. ഹിസ്ബുള്ളക്കെതിരെ എന്ന പേരിൽ തെക്കൻ ലബനാനിലെ വിവിധ നഗരങ്ങളിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസവും ആക്രമണം നടത്തി. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കസേര അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി എത്രയും കൊലയും അതേപോലെ തന്നെ ഈ അധിനിവേശവും തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അതാണ് ഗസയിലെ സാഹചര്യം. പേരിനൊരു വെടിനിർത്തൽ അവിടെ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന കഴിഞ്ഞ 2 ആഴ്ചയും കൊല്ലപ്പെടുന്നവരുടെ എണ്ണത്തിൽ യാതൊരു കുറവും